ഓക്കെ, ഹായ് മക്കളെ. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളുടെ 6ാം ക്ലാസ്സുകാരുടെ ബേസിക് സയൻസിന്റെ എക്സാം അല്ലേ കഴിഞ്ഞത്. അപ്പോൾ ബേസിക് സയൻസ് എക്സാം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇന്നത്തെ എക്സാമിന്റെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസേഴ്സിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ചൂസ് ദ ഫുഡ് ഐറ്റം ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും നമ്മുടെ ശരീരം വളരാനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫുഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നിങ്ങളോട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ എ പാർട്ട് ചോദിച്ചേക്കുന്നത് കേട്ടോ. സോ നമുക്ക് തന്നേക്കുന്ന ഏതൊക്കെയാണ്? ഗ്രീൻ ഗ്രാം തോരൻ, അതായത് നമ്മുടെ ചെറുപയർ തോരൻ തന്നിട്ടുണ്ട്, മുട്ട തന്നിട്ടുണ്ട്, ഹോഴ്സ് ഗ്രാം എന്ന് പറയുന്ന മുതിരയാണ്, മുതിരക്കറി തന്നിട്ടുണ്ട്, ബനാന തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്കും ബോഡി ബിൽഡിങ്ങിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിൽ ആരൊക്കെയാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. മക്കളെ നോക്കി, നമുക്ക് പ്രോട്ടീൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പോൾ നമുക്ക് ഗ്രീൻ ഗ്രാം തോരൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ വളർച്ചയ്ക്ക്. മുട്ട പ്രോട്ടീൻ അല്ലെ, വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള്. സോ മുട്ട നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഹോഴ്സ് ഗ്രാം കറിയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട ഫുഡ് ഐറ്റംസ്. സോ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും കേട്ടോ മക്കളെ. ഓപ്ഷൻ സി 1, 2, 3 കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ബി പാർട്ടാണ്. നമുക്കൊരു ഫുഡ് വേർഡ് വെബ് ആണ് തന്നേക്കുന്നത്. ഡിഫറെന്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, അന്നജത്തിന്റെ വ്യത്യസ്ത ഫോമുകളാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസും സെല്ലുലോസും ആണ് തന്നേക്കുന്നത്. അപ്പോ എ ആര് വരും? എ വരാൻ സാധ്യത ഷുഗർ ആണെങ്കിൽ വരാം അല്ലെ. ഷുഗർ വരാം. ബിയുടെ അവിടെ നമുക്ക് എന്ത് വരാം? സ്റ്റാർച്ച് വരാം കേട്ടോ. സോ എ ഷുഗറും ബി സ്റ്റാർച്ചും ആയിരിക്കും കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ബി ഓപ്ഷനിലെ ആൻസേഴ്സ് വരുന്നത് ഷുഗറും സ്റ്റാർച്ചും ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ സി ഓപ്ഷൻ നമുക്ക് തന്നേക്കുന്നത് കുറച്ച് ഫുഡ് ഐറ്റംസ് തന്നിട്ടുണ്ട്. ഇവരിൽ പ്രത്യേകിച്ച് കാണുന്ന മെയിൻ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്നാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ തന്നേക്കുന്നത് പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങാണ് തന്നേക്കുന്നത്. മക്കളെ ഉരുളക്കിഴങ്ങിൽ മെയിൻ ആയിട്ട് കാണുന്ന ന്യൂട്രിയന്റ് ആരായിരിക്കും? കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും കേട്ടോ മക്കളെ. പൊട്ടറ്റോയിൽ മെയിൻ ആയിട്ട് കാണുന്നത് ആരായിരിക്കും? കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. ഇനി ഗ്രീൻ ഗ്രാം ചെറുപയർ, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ചെറുപയറിൽ എന്തായിരിക്കും ഉണ്ടാവുക? പ്രോട്ടീൻ ആയിരിക്കും ഉണ്ടാവുക. ഗീയിൽ എന്തായിരിക്കും? നെയ്യിൽ ഏറ്റവും മെയിൻ ആയിട്ട് എന്താവുക? ഫാറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ലാസ്റ്റ് ഓറഞ്ചിൽ എന്തായിരിക്കും? വൈറ്റമിൻസും മിനറൽസും ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. നോക്കി, പൊട്ടറ്റോയില് കാർബോഹൈഡ്രേറ്റ്, ഗ്രീൻ ഗ്രാമില് പ്രോട്ടീൻ, ഗീയില് ഫാറ്റ് ആൻഡ് ഓറഞ്ചില് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസേഴ്സ് ഇതൊക്കെയാട്ടോ മക്കളെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് നമുക്ക് കുറച്ച് ഡിവൈസസുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ബെല്ല് തന്നിട്ടുണ്ട്, ലൗഡ് സ്പീക്കർ തന്നിട്ടുണ്ട്, ബൾബ് തന്നിട്ടുണ്ട് ആൻഡ് ഇലക്ട്രിക് മോട്ടർ തന്നിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഫൈൻഡ് ഔട്ട് ദ ഡിവൈസ് ഇൻ വിച്ച് മാഗ്നറ്റ് ഓർ മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് നോട്ട് യൂസ്ഡ്. കാന്തൻ അല്ലെങ്കിൽ കാന്തിക ശക്തി ഒന്നും ഉപയോഗിക്കാത്ത ഈ തന്നിരിക്കുന്നതിൽ ഏത് ഡിവൈസ് ആണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. മക്കളെ ഇലക്ട്രിക് ബെല്ലില് മാഗ്നറ്റ് ഉണ്ടല്ലേ. അതുപോലെ ലൗഡ് സ്പീക്കർ നമ്മൾ പഠിച്ചായിരുന്നു, സ്പീക്കറുകളിലെല്ലാം എന്തുണ്ട്? മാഗ്നറ്റ് ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് മോട്ടറിലും ആരുണ്ട്? മാഗ്നറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റ് ഉപയോഗിക്കാത്ത ഡിവൈസ് ഏതായിരിക്കും? ബൾബ് ആയിരിക്കും കേട്ടോ മക്കളെ. ബൾബാണ് മാഗ്നറ്റ് ഉപയോഗിക്കാത്ത ഈ തന്നിരിക്കുന്ന ഡിവൈസസ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ബി ഓപ്ഷൻ നമുക്ക് തന്നേക്കുന്നത് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്, പ്രസ്താവനകൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് റോങ് സ്റ്റേറ്റ്മെന്റുകൾ ഏതാണെന്നും അവയെ കറക്റ്റ് ചെയ്യാനുമാണ് തന്നേക്കുന്നത് കേട്ടോ. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് എടുത്ത് എഴുതിയിട്ട് കറക്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് തന്നേക്കുന്നത് നാച്ചുറൽ ലോഡ്സ്റ്റൺ ഇസ് എ ടെമ്പററി മാഗ്നറ്റ് എന്നാണ് ആദ്യം തന്നേക്കുന്നത് കേട്ടോ. നാച്ചുറൽ ലോഡ്സ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പററി മാഗ്നറ്റ് ആണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല അല്ലെ മക്കളെ, തന്നേക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ലോഡ്സ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു മാഗ്നറ്റ് ആണ്. അതെന്താണ്? ടെമ്പററി അല്ല, പെർമനന്റ് മാഗ്നറ്റ് ആട്ടോ. പെർമനന്റ് മാഗ്നറ്റ് ആണ് ആര്? നമ്മുടെ ലോഡ്സ്റ്റൺ എന്ന് പറയുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വൺ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നാച്ചുറൽ ലോഡ്സ്റ്റൺ ഇസ് എ പെർമനന്റ് മാഗ്നറ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് തന്നേക്കുന്നത് നോക്കി, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അക്വയർ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. നമ്മൾ ഒരു സബ്സ്റ്റൻസിനെ, ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കാന്തം, മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ നമ്മൾ ആ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്ത് പറ്റും, മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ വെക്കുവാണെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും എന്നാണ് പറഞ്ഞത്. അതായത് കാന്തിക രേഖയ്ക്കകത്ത് നമ്മളൊരു കാന്തിക വസ്തുവിനെ വെച്ച് കഴിഞ്ഞാൽ അതിന് ആ കാന്തത്തിന്റെ പ്രോപ്പർട്ടീസ് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ തന്നേക്കുന്നത് കറക്റ്റ് ആണല്ലേ. ഒരു കാന്തിക മണ്ഡലത്തിൽ നമ്മൾ ഒരു കാന്തിക വസ്തുവിനെ വെച്ചാൽ അത് കാന്തം പോലെ പ്രവർത്തിക്കും. ഇനി അടുത്തത്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് എ പെർമനന്റ് മാഗ്നറ്റ് സ്റ്റേ ഓൺലി ഫോർ എ ഷോർട്ട് ടൈം. നോക്കിയേ മക്കളെ, ഒരു സ്ഥിര കാന്തത്തിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് തന്നേക്കുന്നത്. അങ്ങനെയാണോ? അല്ല അല്ലെ, ലോങ് ടൈം ആയിരിക്കും കേട്ടോ. കുറെ നേരത്തേക്ക് എന്താണ് ആ ഒരു കാന്തിക ശക്തി കുറെ നാളത്തേക്ക് ഉണ്ടാകും. സോ തന്നേക്കുന്ന സിയും എന്താണ്, തെറ്റാണ്. അത് കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ലോങ് ടൈം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നോക്കി, എ ബാർ മാഗ്നറ്റ് ഹാസ് 2 പോൾ. അത് കറക്റ്റ് ആയിട്ടുള്ളതാണല്ലേ തന്നേക്കുന്നത്. ബാർ മാഗ്നറ്റിന് 2 പോളുകളാണുള്ളത്, നോർത്ത് ആൻഡ് സൗത്ത്. അപ്പൊ ഈ തന്നേക്കുന്നതും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, എയും സിയും ആണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തത് സി പാർട്ട് ചോദിച്ചേക്കുന്നത് എന്താണ്, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു ബാർ മാഗ്നറ്റിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഡിഫറെന്റ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ മക്കളെ. നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റിനെ സ്റ്റോർ ചെയ്യാനായിട്ട് കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. അതിലാദ്യം തന്നെ നമ്മൾ പറയുന്നത് എന്താ മക്കളെ, നമ്മൾ ഇതിന്റെ അൺലൈക്ക് പോൾസിനെ ഒരുമിച്ച് പെയർ ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളും വെക്കുവാണെങ്കിൽ അടുത്തത് നമ്മൾ ഇവിടെ ഒരു സൗത്ത് പോൾ ആൻഡ് നോർത്ത് പോൾ ഒരുമിച്ച് വെക്കുക. അൺലൈക്ക് പോൾസിനെ ഒരുമിച്ച് പെയർ ചെയ്യാന്നാണ് ഫസ്റ്റ് പറയേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ് അയൺ ഉള്ള ആൾക്കാരെ ഇതിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം, ഒരുമിച്ച് വെക്കാം. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറെ നാളത്തേക്ക് റീറ്റെയിൻ ചെയ്യും. ഇനി അതല്ലാതെ നമുക്ക് വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വുഡൻ ബോക്സിനകത്ത് നമ്മൾ ഈ മാഗ്നറ്റിനെ വെക്കുവാണെങ്കിൽ അതും എന്താണ് സ്റ്റോർ ചെയ്യാനായിട്ട് ബാർ മാഗ്നറ്റിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാട്ടോ. അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അൺലൈക്ക് പോൾസ് ഒരുമിച്ച് വെക്കുന്ന കാര്യം വെക്കാം, അല്ലെങ്കിൽ ഒരു അയൺ സോഫ്റ്റ്നർ വെക്കാൻ അതിന്റെ ഉള്ളിൽ നമ്മൾ പ്ലേസ് ചെയ്യുവാണെങ്കിൽ അത് കുറെ നാളത്തേക്ക് അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്യും. അതുകൂടാതെ എന്താണ്, നമ്മളൊരു വുഡൻ ബോക്സിൽ വെച്ച് കഴിഞ്ഞാലും എന്താണ് നമുക്ക് ഇതൊരു ബാർ മാഗ്നറ്റ് ആയിട്ട് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് എന്ത് ബാർ മാഗ്നറ്റിന്റെ സ്റ്റോർ ചെയ്യാനുള്ള മെയിൻ പോയിന്റ്സുകൾ കേട്ടോ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കി, നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു അനിമലിന്റെ ഫിഗർ ആണ് തന്നേക്കുന്നത്. ഇത് എന്ത് അനിമൽ ആണെന്നാണ് ചോദിച്ചേക്കുന്നത് മക്കളെ. ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം ഈ തന്നേക്കുന്നത് ആരാണ്, ബാറ്റ് ആണല്ലേ. വവ്വാലിനെയാണ് നമുക്ക് തന്നേക്കുന്നത്, ബാറ്റ് ആണ് കേട്ടോ നമുക്ക് തന്നേക്കുന്ന സ്കെൽറ്റൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മളോട് ചോദിച്ചേക്കുന്നത് സ്കെൽറ്റൻ എന്താണ്, അനിമൽസിൽ സ്കെൽറ്റൻ എന്തിനാണ് ആവശ്യം, സ്കെൽറ്റന്റെ ആവശ്യം എന്താണെന്നാണ് തന്നേക്കുന്നത് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോൺസ് അല്ലെങ്കിൽ സ്കെൽറ്റൻ ഉള്ളത് എന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ എന്തൊക്കെയായിരിക്കും, നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സ്കെൽറ്റൻ ആവശ്യമാണ് അല്ലെ. ഒരു അനിമലിന് അല്ലെങ്കിൽ ഒരു ബേർഡിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്, സ്കെലറ്റൻ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ട് ഇന്റേണൽ ഓർഗൻസ്. അപ്പോൾ ഇതിനൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് നമുക്ക് ആവശ്യമുള്ളത്, സ്കെൽറ്റൻ ആവശ്യമുള്ളത്. ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഇന്റേണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഒരു പക്ഷിയുടെ സ്കെൽറ്റൻ അസ്ഥി നമുക്ക് സയൻസ് ലാബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ പക്ഷെ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വളരെ വെയിറ്റ് കുറവാണ്, ലൈറ്റ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പക്ഷികളുടെയൊക്കെ സ്കെൽറ്റൻ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള കാരണം എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ മക്കളെ. പക്ഷികളുടെ പ്രത്യേകത എന്താ, അവർക്ക് പറക്കാനുള്ള കഴിവുണ്ടല്ലേ. സോ അപ്പൊ അവർക്ക് പറക്കാനുള്ള കഴിവ് വേണമെങ്കിൽ എന്തായിരിക്കണം, സ്കെൽറ്റൻ ഭയങ്കര ലൈറ്റ് ആയിരിക്കണം അല്ലെ. പക്ഷെ ആ സ്കെൽറ്റന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരുടെ സ്കെൽറ്റൻ ഹോളോ ആയിരിക്കും. കാരണം അകത്ത് ഒന്നും ഉണ്ടാകില്ല, ഹോളോ ആയിരിക്കും. ആൻഡ് ഫിൽഡ് വിത്ത് എയർ. ആ ഒരു ഹോളോ, അതായത് ആ ഹോളോ സ്പേസിന് പൊള്ളയായിരിക്കും. ആ പൊള്ളയായ സ്പേസിനകത്ത് എന്തായിരിക്കും ഉണ്ടാകുക, എയർ ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇവർക്ക് എളുപ്പത്തിൽ പറക്കാനായിട്ട് സാധിക്കുന്നതും അവരുടെ സ്കെൽറ്റൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, നമുക്ക് കുറച്ച് സബ്സ്റ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആരാന്നാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. തന്നേക്കുന്നത് ആരൊക്കെയാണ്, പേപ്പർ
തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് തന്നിട്ടുണ്ട്, അയൺ തന്നിട്ടുണ്ട്, ഗോൾഡ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കാന്തിക വസ്തു ഇതിലേതാണെന്ന് ചോദിച്ചേക്കുന്നത്. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യാൻ സാധ്യത ആരെയായിരിക്കും? അയണിനെ ആയിരിക്കും കേട്ടോ മക്കളെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുക. ബാക്കി പേപ്പർ, പ്ലാസ്റ്റിക്, ഗോൾഡ് ഇവയൊന്നും എന്ത് അട്രാക്ട് ചെയ്യില്ല? മാഗ്നറ്റ് അട്രാക്ട് ചെയ്യില്ല. സോ നാലാമത്തെ ക്വസ്റ്റിന്റെ എ പാർട്ട് കറക്റ്റ് ആൻസർ വരുന്നത് അയൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഈ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്, ഈ അറേഞ്ച്മെന്റിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഒരു ആണിയുടെ ചുറ്റുമായിട്ട് ഒരു കോപ്പർ വയർ ചുറ്റിയിട്ടുണ്ട്, അതിനെ നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ ഈ ഒരു അയൺ എന്ത് പറ്റി? നെയിൽസിനെയൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷെ ബാറ്ററിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്തപ്പോൾ പിന്നെ അത് നെയിൽസിനെ ഒന്നും അട്രാക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേര് എന്താന്ന് ചോദിച്ചാൽ മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് എല്ലാവർക്കും അറിയാലേ. നമ്മളൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ കറണ്ട് കടത്തി വിടുവാണെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഒരു കാന്തിക വസ്തുവിലൂടെ നമ്മളൊരു കറണ്ട് കടത്തി വിടുവാണെങ്കിൽ ആ ഒരു കാന്തിക വസ്തു എന്തായിട്ട് ആക്ട് ചെയ്യും? കാന്തമായിട്ട് ആക്ട് ചെയ്യും. പക്ഷെ കറണ്ട് കടത്തി വിടുന്നത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ഒരു പ്രത്യേകത കാന്തമായിട്ട് പ്രവർത്തിക്കുന്നത് നിൽക്കും. അതുവരെ അതിനെ നമ്മൾ ടെമ്പററി മാഗ്നറ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ് ഈ തന്നേക്കുന്ന ഫിഗർ അല്ലെങ്കിൽ ഈ തന്നേക്കുന്ന അറേഞ്ച്മെന്റ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒത്തിരി തവണ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മക്കളെ? പിക്ചർ എ ആണോ പിക്ചർ ബി ആണോ കറക്റ്റ്? അതായത് നമ്മളൊരു കാന്തം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിനെ നമ്മൾ കുറച്ച് അയൺ പൊടികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിലേത് ഫിഗർ ആയിരിക്കും കറക്റ്റ്? അത് എന്തുകൊണ്ടാണ്? റീസൺ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ കറക്റ്റ് ഫിഗർ കറക്റ്റ് ആവാൻ കാരണം? മക്കളെ ഇതിൽ ഏതായിരിക്കും? പിക്ചർ എ ആയിരിക്കോ പിക്ചർ ബി ആയിരിക്കോ കറക്റ്റ് വരിക? പിക്ചർ എ ആയിരിക്കും കേട്ടോ കറക്റ്റ് വരിക. എന്തുകൊണ്ടാണ് നമുക്ക് അറിയാലേ? മാഗ്നറ്റിന്റെ, ഇതാണ് എന്റെ ബാർ മാഗ്നറ്റ് എന്ന് വിചാരിക്കുക. ബാർ മാഗ്നറ്റിന്റെ പോൾസിലായിരിക്കും, ഇതാണ് നോർത്ത് പോൾ, ഇതാണ് സൗത്ത് പോൾ എങ്കിൽ ഈ പോൾസിലായിരിക്കും എന്ത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്? മാഗ്നറ്റിക് ഫോഴ്സ്. അതിന് ഏറ്റവും കൂടുതൽ കാന്തിക ബലം അല്ലെങ്കിൽ കാന്തിക ശക്തി കൂടുതൽ എപ്പോഴും എവിടെയായിരിക്കും? പോൾസിലായിരിക്കും അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും അട്രാക്ട് ചെയ്യാനായിട്ട് കാരണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ പിക്ചർ എ കറക്റ്റ് വരാനായിട്ട് കാരണം കേട്ടോ. When bar magnet is brought near iron filling, the filling cluster densely and thickened around two poles of the magnet because magnetic force is strong at the poles. അപ്പൊ പിക്ചർ എ കറക്റ്റ് ആവാൻ കാരണം എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് പോൾസിലാണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. ഇവിടെ നമ്മുടെ മാഗ്നറ്റിക് പോൾസ് അല്ല, മാഗ്നറ്റിന്റെ മിഡിൽ അത്ര വലിയ കാന്തിക ശക്തി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പിക്ചർ ബി ഇൻകറക്റ്റ് ആയത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ ഓർ ഓപ്ഷൻ ഉണ്ട്. 5A അല്ലെങ്കിൽ 5B ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5A നോക്കാം. 5Aയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഈ തന്നേക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗോയിറ്റർ ഇസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ. ഗോയിറ്റർ എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഡിസീസ് ആണെന്നാണ് നമുക്ക് തന്നേക്കുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണോ മക്കളെ? ഗോയിറ്റർ എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതല്ല അല്ലെ. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? തെറ്റാണ് തന്നേക്കുന്നത്. ഇനി അടുത്തത് ഓസ്റ്റിയോപോറോസിസ് is caused by the deficiency of calcium. അത് കറക്റ്റ് ആണ് അല്ലെ. കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാകുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. ഇനി അനീമിയ is caused by the deficiency of iodine എന്നാണ് തന്നേക്കുന്നത്. അയോഡിൻ ആണോടാ മക്കളെ? അല്ല, അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണല്ലേ നമുക്ക് എല്ലാവർക്കും അനീമിക് ആവാൻ കാരണം. സോ നമുക്ക് തന്നേക്കുന്ന അനീമിയ എന്ന് പറയുന്ന ഓപ്ഷനും എന്താണ്? തെറ്റാണ്. ഇനി നാലാമത്തത് നോക്കിക്കേ. ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് സീ ഫുഡ് ഹെൽപ് ടു പ്രിവെന്റ് ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അയോഡിൻ ഡെഫിഷ്യൻസി അല്ലെ. അയോഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ് ഗോയിറ്റർ. അപ്പൊ ഗോയിറ്റർ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളമായിട്ട് സീ ഫുഡ്, കടൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ കടൽ ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ 5ാമത്തെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്?
വരുന്നത്? കറക്റ്റ് ആയിട്ട് വരുന്നത് ബി ഓപ്ഷൻ ആണ് കേട്ടോ. സെക്കൻഡ് ഓപ്ഷനും തേർഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കി രണ്ടും എന്താണ്? തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മളോട് ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു കുട്ടി പച്ചക്കറി എല്ലാം അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് കഴുകുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് ആ കുട്ടിയോട് അത് കഴുകരുത് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് കഴുകരുത് എന്ന് പറയുന്ന കാരണം എന്നാണ് ചോദിച്ചത്. മക്കളെ, നമുക്കറിയാലേ പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴുകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിലുള്ള ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ആൻസർ. ദ മദർ സ്റ്റോപ്പ് ഹിം ബിക്കോസ് വാഷിംഗ് വെജിറ്റബിൾ ആഫ്റ്റർ കട്ടിംഗ് മേ കോസ് ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ്. ആ പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ അമ്മ എന്തുകൊണ്ട് ആ കുട്ടിയോട് കഴുകരുത്, അരിഞ്ഞു കഴിഞ്ഞ ശേഷം പച്ചക്കറി കഴുകരുത് എന്നാ പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നമുക്കൊരു ഫിഗർ, ഒരു ചാർട്ട്, ഒരു പൈ ഡയഗ്രം പോലെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു ഫുഡ് പ്ലേറ്റ് ആണ് തന്നേക്കുന്നത്. നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ ഒരു അളവാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ ഇത്ര ശതമാനം ഫാറ്റ് കഴിക്കണം, ഇത്ര ശതമാനം മിനറൽസ് കഴിക്കണം, ഇത്ര ശതമാനം പ്രോട്ടീൻ കഴിക്കണം എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്തായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. മക്കൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എ ആണല്ലേ. അപ്പോ എ എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും കേട്ടോ. കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ അന്നജമായിരിക്കും എ ആയിട്ട് വരുന്നത്. ഇനി ബി എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റ് വന്നു, പ്രോട്ടീൻ വന്നു, മിനറൽസ് വന്നു, ഫാറ്റ് വന്നു. ഇനി ആരാണ് നമുക്ക് വേണ്ടത്? വൈറ്റമിൻസ് ആണല്ലേ വേണ്ടത്. അപ്പൊ ബി എന്തായിരിക്കും? വൈറ്റമിൻസ് ആയിരിക്കും കേട്ടോ. സോ എ ഓപ്ഷൻ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റും ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈറ്റമിൻസും ആയിരിക്കും കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ അടുത്ത ഓപ്ഷൻ, അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ 5B എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. ഈറ്റിംഗ് സിറിയൽസ് വിത്ത് ബ്രാൻ, ലീഫി വെജിറ്റബിൾസ് എക്സെട്ര വിൽ ഹെൽപ് ടു ഫെസിലിറ്റേറ്റ് ഇജക്ഷൻ ഓഫ് ഫീസസ്. അല്ലെ, ധാന്യങ്ങൾ, ധാരാളം തവിടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫീക്കൽ ഡെപ്പോസിറ്റ് ഒക്കെ പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മുടെ ഡൈജഷൻ ഒക്കെ നടക്കും എന്നാണ് പറയുന്നത്. ഇനി അതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധാരാളം തവിടുള്ള ഭക്ഷണങ്ങൾ, ബ്രാൻ എന്ന് പറഞ്ഞാൽ തവിട അല്ലെ, തവിടുള്ള ഭക്ഷണങ്ങളിൽ എന്തുണ്ട്? ഫൈബർ ഉണ്ട്. ഈ ഫൈബർ നമുക്ക് നല്ല രീതിയിൽ ഡൈജഷൻ നടത്താനും ഇതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റും റീസണും. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആണോ എന്നാണ്. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായാലും കറക്റ്റ് ആണല്ലേ. അപ്പൊ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി റീസണും തന്നേക്കുന്നത് എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തതിന്റെ ഫസ്റ്റ് ഏതായിരിക്കും? സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഇസ് കറക്റ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ബി നമുക്ക് കുറച്ച് വൈറ്റമിൻസ് തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാന്ന് എഴുതാനാ പറഞ്ഞേക്കുന്നത് കേട്ടോ. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്ന പച്ചക്കറി അല്ലെങ്കിൽ ഭക്ഷണം ഏതായിരിക്കും ഇവിടെ മക്കളെ? ക്യാരറ്റ് ആയിരിക്കും കേട്ടോ. ക്യാരറ്റിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതിലായിരിക്കും? ഓറഞ്ചിൽ വൈറ്റമിൻ സി നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ടാകും. പിന്നെ അതുപോലെ വേറെ എന്തിലൊക്കെ ആയിരിക്കും? നമ്മുടെ ഗുവാവ, പേരക്കയിലൊക്കെ എന്തായിരിക്കും? ഗൂസ്ബെറി, നമ്മുടെ നെല്ലിക്കയിലൊക്കെ ധാരാളമായിട്ട് എന്തടങ്ങിയിട്ടുണ്ട്? വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് തന്നെ എഴുതണം എന്നില്ല. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് എഴുതാട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈറ്റിംഗ് a lot of fatty food is not healthy, not good for health. അല്ലെ, ധാരാളം കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫാറ്റി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, പുറത്തെ ബേക്കറി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് അതൊട്ടും നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ആണ്? കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരും എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ മക്കളെ നോക്കിക്കേടാ, നമ്മുടെ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ബ്ലഡ് വെസൽസ് അല്ലെ, നമ്മുടെ രക്തക്കൊള്ളിൽ എന്ത് പറ്റും? ബ്ലോക്ക് ചെയ്യും അല്ലെ, ഫാറ്റ് വന്ന് ബ്ലോക്ക് ചെയ്യും. ഇതെന്തിനു കാരണമാകും? ഹാർട്ട് ഡിസീസും ഹാർട്ട് ഫെയിലിയറിനും ഒക്കെ കാരണമാകും കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് എന്ത്? ബ്ലഡിൽ എക്സസ് ആയിട്ട് കൊളസ്ട്രോൾ കണ്ടാലുള്ള പ്രശ്നം. ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുകയും ചെയ്യും, ഹാർട്ട് ഡിസീസിന് കാരണമാകുകയും ചെയ്യും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനും രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ ആറാമത്തെ എ ചോദിച്ചേക്കുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഒരു മാഗ്നറ്റിക് നീഡിൽ തന്നിട്ടുണ്ട്, ഒരു റിംഗ് മാഗ്നറ്റ് തന്നിട്ടുണ്ട്, ബാർ മാഗ്നറ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു യു മാഗ്നറ്റ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം നോക്കിയടാ മക്കളെ, മാഗ്നറ്റിക് കോമ്പസിന് നമ്മൾ ഇതിലേത് മാഗ്നറ്റ് ആണ്, മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേത് മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാലേ, മാഗ്നറ്റിക് നീഡിലാണ് നമ്മൾ എന്ത് മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ.
അങ്ങനെയാണെങ്കിൽ നമ്മളോട് അടുത്തൊരു ചോദ്യം പറഞ്ഞേക്കുന്നത് നോക്കി, ചിൽഡ്രൻ പ്ലേസ്ഡ് എ സ്ട്രോങ് മാഗ്നറ്റ് യൂസ്ഡ് ഫോർ എക്സ്പെരിമെന്റ്സ് ഇൻ ദ സ്കൂൾ ലാബ് ഇൻ എ ബോക്സ് കണ്ടെയ്നിങ് അയൺ നെയിൽ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു, സയൻസ് ലാബില് കുട്ടികൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണികൾ ഈ അയൺ നെയിൽസ് വച്ചേക്കുന്ന ഒരു കണ്ടെയ്നറിനകത്ത് പാത്രത്തിനകത്ത് കൊണ്ടുപോയിട്ട് എന്തിനെ വെച്ചു, ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാന്തത്തിനെ അല്ലെങ്കിൽ മാഗ്നറ്റിനെ കൊണ്ടുപോയി വെച്ചു. അപ്പോ നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്, വിൽ ദ നെയിൽ സ്റ്റിൽ ബി മാഗ്നറ്റ് ഇഫ് ദ റിമൂവ് ദ മാഗ്നറ്റ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് ആ മാഗ്നറ്റിനെ നമ്മളെടുത്ത് മാറ്റി കുറച്ച് ദിവസം അങ്ങനെ തന്നെ വെച്ചിട്ട് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ആ മാഗ്നറ്റിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ ആണിക്ക് ആ കാന്തിക ശക്തി അല്ലെങ്കിൽ ആ മാഗ്നറ്റിന്റെ ആ ഒരു പവർ ഉണ്ടാകുമോ എന്നാ ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലേ, നമ്മൾ മാഗ്നറ്റിനെ കുറച്ചു നേരം ഒരു പിന്നിലോ ഒരു ആണിയിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആണി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ വേറെ എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ കഴിയുമോ അല്ലെ. പക്ഷെ അത് ഒത്തിരി നേരത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറെ ദിവസം നമ്മളൊരു ആണിനെ ഒരു മാഗ്നറ്റിനടുത്ത് അട്രാക്ട് ചെയ്യിച്ച് വെച്ച് കഴിഞ്ഞാൽ പോലും കുറച്ചു നേരം കഴിയുമ്പോൾ ആ ആണിയുടെ മാഗ്നറ്റിക് പവർ എന്ത് പറ്റും, നഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോ നോക്കിയേ, നോ ദ അയൺ നെയിൽ വിൽ നോട്ട് റിമെയിൻ മാഗ്നറ്റിക്. കുറച്ച് നേരത്തേക്ക് മാത്രമേ എന്തിന് അയണിന് മാഗ്നറ്റിക് ആയിട്ട് ഒരു മാഗ്നറ്റിനെ പോലെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിടാം മക്കളെ, അയൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ നമ്മൾ അതിനൊരു കോണ്ടാക്റ്റിൽ ഒരു സ്ട്രോങ് മാഗ്നറ്റിന്റെ കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ മാറ്റി കഴിഞ്ഞാൽ അതിന്റെ എന്ത് പറ്റും, മാഗ്നറ്റിസം അല്ലെങ്കിൽ എന്ത് പറ്റും, മാഗ്നറ്റിന്റെ ആ പവർ എന്ത് ചെയ്യും, റിമൂവ് ആകും. അല്ലെങ്കിൽ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് പറ്റും, അതിന്റെ പ്രോപ്പർട്ടി മാറി അതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. കുറച്ചു നേരത്തേക്ക് അതൊരു മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കും, പക്ഷെ കുറെ കഴിയുമ്പോൾ എന്ത് പറ്റും, അതിന്റെ ആ ഒരു മാഗ്നറ്റ് കാന്തിക ശക്തി നഷ്ടപ്പെട്ടിട്ട് അതൊരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും കേട്ടോ. അപ്പൊ അതാണ് ആറാമത്തെ ബി ഓപ്ഷൻ ചോദിച്ചേക്കുന്നത്. ഇനി ആറാമത്തെ സി ഓപ്ഷൻ ചോദിച്ചേക്കുന്നത്, നമ്മൾ മാഗ്നറ്റ് ഡെയിലി ലൈഫിൽ നിത്യജീവിതത്തിൽ നമ്മൾ കാന്തത്തിനെ അല്ലെങ്കിൽ മാഗ്നറ്റിനെ ഉപയോഗിക്കുന്നത് എവിടേക്കാണ്, ഏതെങ്കിലും 4 സിറ്റുവേഷൻസ് ഏതാനാ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഒത്തിരി എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫ്രിഡ്ജിന്റെ മാഗ്നറ്റ്, ഫ്രിഡ്ജിന്റെ ഡോറിൽ മാഗ്നറ്റ് ഉണ്ട്, ലൗഡ് സ്പീക്കറിൽ മാഗ്നറ്റ് ഉണ്ട്, ഇലക്ട്രിക് ബെല്ലിൽ മാഗ്നറ്റ് ഉണ്ട്, അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കിയിടാ മക്കളെ, ഇലക്ട്രിക് ബെൽ അല്ലെങ്കിൽ ഡോർ ബെല്ലിൽ എന്തുണ്ട്, മാഗ്നറ്റ് ഉണ്ട്. അതുപോലെ സ്പീക്കർ, ഹെഡ്ഫോൺസിൽ മാഗ്നറ്റ് ഉണ്ട്. ID കാർഡ്, ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിലൊക്കെ എന്തുണ്ട്, നമുക്ക് മാഗ്നറ്റിക് സ്ട്രിപ്പ് വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഡാറ്റ റീഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ റെഫ്രിജറേറ്ററിൽ എന്തുണ്ട്, മാഗ്നറ്റ് ഉണ്ട്. ഇത് കൂടാതെ ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ. അപ്പോ അതൊക്കെ എന്താണ്, ഡെയിലി ലൈഫിൽ നമ്മൾ മാഗ്നറ്റ് ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആറാമത്തെ ക്വസ്റ്റിന്റെ സെറ്റ് ബിയിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നതാണ്, നമുക്ക് 2 ഫിഗർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ 2 മാഗ്നറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മാഗ്നറ്റ് P എന്നും മാഗ്നറ്റ് Q എന്നും 2 മാഗ്നറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള? ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് a large bar magnet P and a small bar magnet Q. What will happen? The bar magnet P is slowly taken towards the magnet Q. അപ്പൊ ഇവിടെ മക്കളെ നമ്മളോട് ചോദിച്ചേക്കുന്നത്, ഇതെന്റെ P എന്ന് പറയുന്ന മാഗ്നറ്റും ഇതെന്റെ Q എന്ന് പറയുന്ന മാഗ്നറ്റ് ആണെങ്കിൽ ഈ P എന്ന് പറയുന്ന മാഗ്നറ്റ് Qന്റെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. മക്കളെ അങ്ങനെയാണെങ്കിൽ നോക്കി, നമ്മുടെ Qന്റെ അടുത്തേക്ക് P വരുവാണെങ്കിൽ ഇവിടെ എന്ത് പോളാ, ഈ Qന്റെ അടുത്ത് എന്ത് പോളാണുള്ളത്, സൗത്ത് പോളാണുള്ളത് അല്ലെ. Pയുടെ അടുത്തും എന്താണ്, സൗത്ത് പോളാണുള്ളത്. അപ്പൊ ഇതെന്താണ്, സജാതീയ ധ്രുവങ്ങൾ അല്ലെങ്കിൽ ലൈക്ക് പോൾസ് ആണല്ലേ. ലൈക്ക് പോൾസ് എന്തായിരിക്കും എപ്പോഴും സംഭവിക്കുക, ലൈക്ക് പോൾസ് ഓൾവേസ് റിപ്പൽ അല്ലെ, അവരെന്ത് ചെയ്യും, വികർഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാ നോക്കാം. P വിൽ മൂവ് എവേ ഫ്രം Q. P എന്ന് പറയുന്നത് Qവിൽ നിന്ന് ദൂരത്തേക്ക് പോകുന്നതാണ് പറയുന്നത്. Q അവിടെ തന്നെ നിൽക്കും, P ദൂരത്തേക്ക് പോകുന്നതാണ് പറയുന്നത്. മക്കളെ നോക്കിയിട, P എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വലിയ മാഗ്നറ്റ് ആണ്. Q എന്ന് പറയുന്നത് ചെറിയ മാഗ്നറ്റ് അല്ലെ. അപ്പൊ Qയുടെ അടുത്തേക്ക് വരുമ്പോൾ P നീങ്ങി പോകാനായിട്ട് സാധ്യത കുറവാണ്. ബിക്കോസ് P എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ്. അപ്പൊ P നീങ്ങി പോകാനായിട്ട് സാധ്യത ഇല്ല അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്, റോങ് ആണ്. ഇനി അടുത്തത്, Q വിൽ മൂവ് ടുവേർഡ്സ് P. Q എന്ന് പറയുന്നത് Pയുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത്. അതെന്തായാലും സംഭവിക്കില്ല. ബിക്കോസ് രണ്ടും എന്താണ്, ഒരേ പോളാണ്. ലൈക്ക് പോൾസ് ഓൾവേസ് റിപ്പൽ. അപ്പൊ ബി ഓപ്ഷനും തെറ്റാണ്. ഇനി P വിൽ മൂവ് ടുവേർഡ്സ് Q. അതും സംഭവിക്കത്തില്ല അല്ലെ. P എന്ന് പറയുന്ന Qന്റെ അടുത്തേക്ക് വരും എന്നാ പറയുന്നത്. അതും സംഭവിക്കില്ല. എന്താണ്, ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, P എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള വലിയൊരു മാഗ്നറ്റ് Qന്റെ അടുത്തേക്ക് വരുമ്പോൾ Q ആയിരിക്കും നീങ്ങി പോകാനായിട്ട് സാധ്യത. ബിക്കോസ് Q എന്ന് പറയുന്നത് ചെറിയൊരു മാഗ്നറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ്
ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും കേട്ടോ മക്കളെ, കറക്റ്റ് ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ട് കുട്ടികൾ എന്തൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയടാ, അവരുടെ കയ്യിൽ നിന്ന് എന്ത് പറ്റി, ഒരു ബാർ മാഗ്നറ്റ് എന്ത് പറ്റി, താഴെ വീണ് പൊട്ടിപ്പോവാണ് സംഭവിച്ചേക്കുന്നത്. അപ്പൊ ഒരു കുട്ടി പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ കാന്തിക ബലം അല്ലെങ്കിൽ കാന്തിക ശക്തി അല്ലെങ്കിൽ കാന്തത്തിന്റെ ആ ഒരു ശക്തി നഷ്ടപ്പെടും എന്നാണ് ഒരു കുട്ടി പറയുന്നത്. അടുത്ത കുട്ടി പറയുന്നത് എന്താ നോക്കിയിടാ, ഇല്ല അങ്ങനെ കാന്തിക ശക്തി ഒന്നും നഷ്ടപ്പെടത്തില്ല, പകരം അതൊരു രണ്ട് കുഞ്ഞി കാന്തമായിട്ട് മാറും എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ആര് പറഞ്ഞതാണ് കറക്റ്റ്, ആദ്യത്തെ കുട്ടി പറഞ്ഞതാണോ രണ്ടാമത്തെ കുട്ടി പറഞ്ഞതാണോ കറക്റ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. മക്കൾ ഏത് കുട്ടി പറഞ്ഞതായിരിക്കും ഇവിടെ കറക്റ്റ്? രണ്ടാമത്തെ കുട്ടി പറഞ്ഞതായിരിക്കും അല്ലെ കറക്റ്റ്. ഒരു കാന്തം താഴെ വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും, അത് അടുത്ത രണ്ട് കാന്തമായിട്ട് മാറുന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കാന്തം താഴെ വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, ഒരു മാഗ്നറ്റ് താഴെ വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് എന്ത് പറ്റും, അത് വേറെ രണ്ട് കുഞ്ഞി മാഗ്നറ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ സെക്കൻഡ് കുട്ടി പറഞ്ഞതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ പൊട്ടിപ്പോയ കാന്തം അങ്ങനെയാണെങ്കിൽ ഈ 1 എന്തായിരിക്കും, 1 എന്ന് പറയുന്നത് അതിന്റെ നോർത്ത് പോളും 2 എന്ന് പറയുന്നത് അതിന്റെ സൗത്ത് പോളും ആയിരിക്കും കേട്ടോ. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫോഴ്സ്, കാന്തിക ബലം, ഒരു ബാർ മാഗ്നറ്റിന്റെ കാന്തിക ബലം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനാട്ടോ നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്ക് കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്, ബ്ലേഡ് തന്നിട്ടുണ്ട്, സ്കെയില് തന്നിട്ടുണ്ട്, ത്രെഡ് തന്നിട്ടുണ്ട്, ബാർ മാഗ്നറ്റും ഒരു PVC സ്റ്റാൻഡും, ഇത്രയും തന്നിട്ട് നമ്മളോട് ഒരു കാന്തിക ബലം കണ്ടുപിടിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനാട്ടോ പറഞ്ഞേക്കുന്നത്. എളുപ്പത്തിൽ ഞാൻ ആ എക്സ്പെരിമെന്റ് ഒന്ന് പറഞ്ഞു തരാം മക്കളെ. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ PVC പൈപ്പ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് എന്ന് വിചാരിക്കുക. PVC സ്റ്റാൻഡ് ഇതാന്ന് വിചാരിക്കുക. ഈ PVC സ്റ്റാൻഡിലേക്ക് നമ്മളൊരു ബ്ലേഡിനെ തൂക്കിയിടാം കേട്ടോ. ബ്ലേഡിനെ തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു കാന്തം, ഇവിടെ ഒരു ബാർ മാഗ്നറ്റ്, നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു ബാർ മാഗ്നറ്റ് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ ബാർ മാഗ്നറ്റ് നമ്മൾ ഈ ബ്ലേഡിന്റെ അടുത്തേക്ക് വരുമ്പോൾ എത്ര നമ്മൾ ഇവിടെ ഒരു സ്കെയില് വെച്ചിട്ട് മെഷർ ചെയ്യുക കേട്ടോ. ഇവിടെ ഒരു സ്കെയിൽ ഉണ്ട്. അപ്പൊ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഡിസ്റ്റൻസ് കൂടെ മെഷർ ചെയ്യുക. അപ്പൊ ഈ ബാർ മാഗ്നറ്റ് ഈ ബ്ലേഡിന്റെ എന്തോരം അടുത്തേക്ക് വരുമ്പോഴാണ് അത് ടിൽറ്റ് ചെയ്യുന്നത്, എവിടെ എത്തുമ്പോഴാണ് അത് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്ലേഡിന് ഒരു ചെറിയൊരു മൂവ്മെന്റ്, ഒരു നീക്കം വന്നത് എത്ര ഡിസ്റ്റൻസ് സ്കെയിലിൽ നമ്മളൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പൊ എവിടേക്കാണ് ബാർ മാഗ്നറ്റ് എത്ര അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴാണോ ആ ഒരു ബ്ലേഡ് ടിൽറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, അവിടെ തുടങ്ങി ആ ഒരു എന്താ പറയാ മാഗ്നറ്റിക് ഫോഴ്സ് വന്നു തുടങ്ങി എന്നാണ് അർത്ഥം. ആ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് വന്നു തുടങ്ങി എന്നാണ് അർത്ഥം. അങ്ങനെയാണ് നമുക്ക് എന്ത് മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓൾറെഡി നമുക്കറിയാം. ഫിക്സ് എ PVC സ്റ്റാൻഡ് വെർട്ടിക്കലി, ഒരു ടേബിളിൽ ഒരു PVC സ്റ്റാൻഡ് വെക്കുക. ആ ഒരു PVC സ്റ്റാൻഡിലേക്ക് ഒരു ബ്ലേഡിനെ നമ്മൾ തൂക്കിയിടുക. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബ്ലേഡിന്റെ അടുത്ത് ഒരു ബാർ മാഗ്നറ്റിനെ വെക്കുക. നമ്മൾ അതിനെ തൊടുകയൊന്നും ചെയ്യരുത്, ബാർ മാഗ്നറ്റും ബ്ലേഡും തമ്മിൽ തൊടുകയൊന്നും ചെയ്യരുത്. ഇച്ചിരി ദൂരെ ഒരു ബാർ മാഗ്നറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ബാർ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്കെയിൽ വെച്ചിട്ട് ആ ഒരു ഡിസ്റ്റൻസ് ടിൽറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ ബ്ലേഡിന് മൂവ്മെന്റ് ഉണ്ടാവുന്നത് ആ ഒരു ഡിസ്റ്റൻസ് അളക്കുക. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഡിസ്റ്റൻസ് ബ്ലേഡ് മൂവ് ചെയ്ത് തുടങ്ങുന്ന മാക്സിമം ഡിസ്റ്റൻസ് ഏതാണെന്ന് നോക്കാം. അതുപോലെ ദ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടിൽറ്റ് ഓഫ് ദ ബ്ലേഡ് ഫോർ എ ഫിക്സഡ് ഡിസ്റ്റൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലേഡിന്റെ അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് മക്കളെ നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിന് മെയിൻ ആയിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ. വളരെ നല്ല രീതിയിൽ എല്ലാവരും അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.